എൻ്റെ ഈ ടെറസ് എന്ന് വെച്ചാൽ ഒരു 2500 സ്ക്വയർ ഫീറ്റ് ടെറസാണ്. അതിൽ ഞാൻ 2000 ചട്ടികളിലും കണ്ടെയ്നറിലുമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. എൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ വിളകളും ഞാൻ വാഴ ഒരു 35ഓളം വാഴകൾ, പല ഇനത്തിലുള്ള വാഴകൾ വെച്ചിട്ടുണ്ട്. അതുപോലെ ചേനയുണ്ട്, ചേമ്പുണ്ട്, അതുപോലെ കാച്ചിലുണ്ട്, നമ്മുടെ മധുരക്കിഴങ്ങ് ഒരു 5 വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ ഒരു 60ഓളം ഇനം ഫ്രൂട്ട്സ് പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട്. അന്നേരം ഒട്ടുമിക്കതെന്നല്ല, എൻ്റെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 90% പച്ചക്കറികളും ഞാൻ എൻ്റെ ഈ ടെറസിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ പച്ചക്കറികൾ കൂടാതെ വേറെ എന്തൊക്കെയാണ് കൂൺ കൃഷിയൊക്കെ ഉണ്ടല്ലേ? പച്ചക്കറി കൂടാതെ കൂൺ കൃഷി ചെയ്യുന്നുണ്ട്. കോഴിയുണ്ട്, പിന്നെ തേനീച്ചയുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് വേണ്ടുന്ന ഒരു 90% ലഭിക്കുന്നുണ്ട്. ചെടികൾ, അലങ്കാരത്തിന് വേണ്ടിയിട്ട് ചെടികളുണ്ട്. ആ ചെടികളായിരുന്നു കൂടുതലും. പച്ചക്കറികൾ കുറവായിരുന്നു. ഇപ്പം നമ്മൾ ചെടികളെ ഒന്ന് കുറച്ചിട്ട് പച്ചക്കറി കൃഷി ഒന്നുകൂടി വിപുലപ്പെടുത്തി. ഏകദേശം ഒരു 20ഓളം വെറൈറ്റി മുളകുകൾ നട്ടിട്ടുണ്ട്. ഇത് ബജ്ജി മുളക്, ഇത് ഹൈബ്രിഡ് കാന്താരിയാണ്. ഇത് കാന്താരിയാണ്, ഹൈബ്രിഡ് കാന്താരിയാണ്. ഇത് കാന്താരി. ഇത് നമ്മുടെ സാധാരണ വെള്ള കാന്താരിയാണ്. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ വലിപ്പത്തിന് തന്നെ. വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇത് നമ്മുടെ ഉണ്ടമുളക്. ഇത് നീലമുളക്. ഇത് സിറ. ഇത് വേറൊരു ടൈപ്പാണ്, അതിൻ്റെ പേര് കൃത്യമായിട്ട് ഇതറിയില്ല. ഇതും ഒരു നീല കാന്താരിയാണ്. കാന്താരി നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണല്ലോ. ഇത് ബുള്ളറ്റ് മുളകാണ്. എരിവ് ഇത്തിരി കൂടുതലാണ്. അത് നമ്മൾ കൂടുതലും തൈര് ചേർത്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതും വെള്ളക്കാന്താരി. പിന്നെ ക്യാപ്സിക്കം നട്ടിട്ടുണ്ട്. നമ്മൾ ഒരു വിളവ് ഒന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിനിപ്പം വിളവുണ്ട്. അന്നേരം അതിൻ്റെ താഴേക്കുള്ള ഏകദേശം പൂവായിട്ടുള്ള മുളകുകളുണ്ട്, പിന്നെ തൈകളുണ്ട്. അങ്ങനെ എല്ലാ സീസണിലും നമ്മൾക്ക് മുളക് കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ഇല്ല, നമ്മളുടെ സ്കൂളിൽ നിന്ന് കുട്ടികൾ വരാറുണ്ട് നമ്മുടെ ടെറസ് കൃഷി കാണാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് അന്നേരം പിള്ളേർക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാവാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ നെയിം ചെയ്ത് വെക്കുന്നത്. പൂർണ്ണമായിട്ടും 100% ഓർഗാനിക് ആയിട്ട് തന്നെയാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾക്ക് വേണ്ടുന്നത് മണ്ണ് ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യേണ്ടുന്നത്. അത് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മണ്ണിൽ കുമ്മായി വിട്ട് ഒരു പുട്ടിൻ്റെ പരുവത്തിന് നനച്ചതിന് ശേഷം നമ്മൾ ഒരു ഷീറ്റോ എന്തെങ്കിലും കൊണ്ടുവന്ന് മൂടിയിട്ട് ഞാനൊരു 25-30 ദിവസം കഴിയുമ്പോഴത്തേനാണ് ബാക്കിയുള്ള കമ്പോസ്റ്റും. കൂൺ കൃഷി ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ആണ് കമ്പോസ്റ്റ് എടുക്കുന്നത്. പിന്നെ കരിയിലയ്ക്ക് പ്രത്യേകമായിട്ടുണ്ട്. കരിയില അടിയിലിട്ടിട്ട് നമ്മൾക്ക് ചട്ടിക്കൊന്നും ഭാരമില്ലാത്ത രീതിയിൽ, ഒട്ടും ടെറസ് ആയതുകൊണ്ട് ഇത്രയും തിക്കയാകുമ്പം ടെറസിന് എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അന്നേരം കൂടുതലും വെയ്റ്റ്ലെസ് ആണ് ചട്ടികളെല്ലാം. അങ്ങനെ ഇതില് ആട്ടുംകാഷ്ടമാണ് ഇട്ടേക്കുന്നത്. പുള്ളി അസുഖങ്ങൾ കൃഷിഭവനിൽ നിന്ന് കൃത്യമായിട്ട് അവർ ഇടവേളകളിൽ വന്ന് നോക്കുകയും നമ്മൾക്ക് എന്തെങ്കിലും കീടബാധകളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള പോംവഴികളെല്ലാം പറഞ്ഞു തരുകയും ചെയ്യും. സാധാരണ ചെയ്യുന്നത് ഞാൻ സുഡോമോണസ് ഒന്ന് തളിച്ചു കൊടുക്കും. അതുപോലെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. നമ്മൾ ഈ എല്ലാത്തിനും അങ്ങനെ തന്നെയാണ്. രോഗം വരുന്നതിന് മുമ്പേ നമ്മൾ പരിപാലിക്കുകയാണെങ്കിൽ നമുക്ക് രോഗം വരാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും.
അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നമ്മൾ സുഡോമോണസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വരാറില്ല. ഇവിടെ പിന്നെ വഴുതനയല്ലേ? ഇത് വഴുതന വെറൈറ്റീസാണ്. അതിൽ വെള്ള വഴുതനയുണ്ട്, എല്ലാം കായായി തുടങ്ങുന്നതേ ഉള്ളൂ. വെള്ള വഴുതനയുണ്ട്. ഇത് ഹരിത എന്ന ഇനം ആണ്. ഇതിൻ്റെ കായായി തുടങ്ങുന്നതേ ഉള്ളൂ, ഹരിത വെറൈറ്റിയാണ്. ഇത് പിന്നെ നമ്മളുടെ ചെറിയ കത്രി, ഇത് ഇല്ലിക്കൊമ്പൻ വഴുതന. അങ്ങനെ ഏകദേശം അതും ഉണ്ടൊരു 20ഓളം വെറൈറ്റീസ് വെച്ചിട്ടുണ്ട്. തക്കാളി വെറൈറ്റീസാണ്. അതിൽ ഒരു 6-7 ഇനം ഉണ്ട് തക്കാളി. ഇത് സഹോ കായായി വരുന്നതേ ഉള്ളൂ. ഇത് സഹോ എന്ന് പറയുന്ന തക്കാളിയാണ്, വലിയ വലിപ്പം വെക്കുന്ന തക്കാളിയാണ് ഇത്. ചെറുതക്കാളി ഉണ്ട്, 2 ഇനം ഉണ്ട്, റെഡും യെല്ലോയും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കുടംപുളി പോലെ ഇരിക്കും, കുടംപുളി തക്കാളി ആണ്. ഈ വാഴയൊക്കെ ഫുൾ കൊലയാകുമ്പോൾ ഇത്രയും ഇതിൽ നിന്നോളൂ? ഇതിൽ നിന്നോളും. നമ്മൾ കൂടുതൽ വെയിറ്റ് ഒന്നും കൊടുക്കണ്ട. ഇത് പൂവൻ വാഴയാണ് ഇത് വെച്ചേക്കുന്നത്. പിന്നെ റോബസ്റ്റയുണ്ട്, പിന്നെ കുന്നൻ വാഴയാണിത്. ഇതിപ്പോ തറ കാണുമ്പോഴേ ഇത് ടെറസാണെന്ന് മനസ്സിലാകത്തുള്ളൂ അല്ലേ? അല്ലെങ്കിൽ നമ്മൾ തോട്ടത്തിൽ കൂടെ പോകുന്ന. പിന്നെ 30ഓളം ഔഷധ സസ്യങ്ങൾ വെച്ചിട്ടുണ്ട്. ചന്ദനമൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഉണ്ട്. റെഡ് ലേഡി പപ്പായ വെച്ചിട്ടുണ്ട്. എല്ലാം കായായി തുടങ്ങുന്നുണ്ട്. ഈ വെണ്ട ഏത് വെറൈറ്റിയാ? ഇത് വെണ്ട നമ്മളുടെ ആനക്കൊമ്പൻ വെണ്ടയായിരുന്നു. അന്നേരം വിത്ത് നട്ട് തന്നെയാണ് നമ്മളിത് പരിപാലിച്ചിരുന്നത്. അന്നേരം ഇത് വിത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. ഇതെന്തായിരുന്നു? ഇത് ഇറ്റാലിയൻ തുളസിയാണ്. ബേസിൽ എന്നാണ് പറയുന്നത്. നമ്മളുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ അവർ ഫുഡിനകത്തൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരു ലീഫി വെജിറ്റബിൾസ് ആണിത്. അതുപോലെ വിക്സ് തുളസി, ഇത് വിക്സിന്റെ അതേ സ്മെല്ലാണ്. നമുക്ക് പനി ഒക്കെ വരുമ്പോൾ ആവി പിടിക്കുന്നതിനും വിക്സ് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് കരി ഇഞ്ചി. നമ്മളുടെ ഇഞ്ചിയെക്കാട്ടിലും അതിന് എരിവ് കൂടുതലാണ്. അന്നേരം കുറച്ച് ഉപയോഗിച്ചാൽ മതി. നമുക്ക് ചായക്കകത്തൊക്കെ ആണെങ്കിലും നമ്മുടെ കറിക്കകത്തൊക്കെ ഇടുന്നതിന്. അതുപോലെ ഇത് തായ്ലൻഡ് ഇഞ്ചി, അല്ലെങ്കിൽ ഗലാഗലിൻ ഇഞ്ചി എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് പിന്നെ സീസണൊന്നുമില്ല, ഏത് സമയത്തും നമുക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. കാച്ചിൽ 2 സൈഡിലും ഉണ്ടല്ലേ? ഈ ചാക്കുകളിലാണ് വെച്ചിരിക്കുന്നത്? ഈ ചാക്കുകളിലാണ് വെച്ചിരിക്കുന്നത്. ഒരു 55ഓളം ചാക്കുകളിലായിട്ട് ഒരു വിവിധ ഇനം കാച്ചിലുകൾ വെച്ചിട്ടുണ്ട്. ഈ ചാക്ക് വെച്ചിട്ട് നല്ല വിളവുണ്ടായിരുന്നു? നമ്മൾക്ക് കഴിഞ്ഞ തവണ ഒരു 6.5 കിലോയോളം വെച്ച് കിട്ടി. അന്നേരം കഴിഞ്ഞ തവണ ഒരു 10 ചാക്കിനകത്തൊക്കെ വെച്ചിരുന്നുള്ളൂ. വിളവ് കണ്ടതുകൊണ്ട് നമ്മൾ കൂടുതൽ വെച്ചിരിക്കുകയാണ്. നേരത്തെ വെച്ചിട്ടുണ്ടോ? വാഴ ഏകദേശം നേരത്തെ ചെറിയ രീതിയിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം അത്യാവശ്യം നല്ല കൊലകൾ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തവണ നമ്മൾ കൂടുതൽ വെച്ചിരിക്കുന്നു. ഇത് രാമച്ചവാണ്. ഇതിൻ്റെ വേരാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. വെള്ളം തിളപ്പിക്കുന്നതിനൊക്കെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഫ്രൂട്ട് പ്ലാന്റ് ഈ സൈഡിലല്ലേ? ഫ്രൂട്ട്സ് പ്ലാന്റ് ഈ സൈഡിലാണ്. ഏതൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു 60ഓളം വെറൈറ്റീസ് ഇവിടെ ഫ്രൂട്ട്സ് പ്ലാന്റുകളുണ്ട്. ഇതിൽ നിറയെ ഫ്രൂട്ട്സുകൾ ഉണ്ടായിരുന്നു. ഇത് നമ്മളുടെ കാട്ടുപേര എന്നാണ് അറിയപ്പെടുന്നത്. നിറയെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. ഇപ്പം ഏകദേശം ഫ്രൂട്ട്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് പേരയാണ്, വെരിഗേറ്റഡ് പേരയാണ്. നിറയെ പേരയ്ക്ക പിടിച്ചിട്ടുണ്ട്. ഇല്ല, ഇത് ടെറസിലാകുമ്പം ഇത്രയും എനിക്ക് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നുന്നില്ല. ഇപ്പം നമ്മളുടെ ഈ ചേനയും ഇതുമൊക്കെ ആണെങ്കിലും കുറച്ച് നാളും കൂടെ കഴിയുമ്പോൾ അങ്ങ് കഴിയുമല്ലോ. പിന്നെ അത് ഫ്രീ ആണല്ലോ. ചെറിയ ബക്കറ്റ് കിട്ടും അല്ലേ? ഇതിൽ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും.
ഇത് ബെയർ ആപ്പിൾ റെഡാണ്. ഏകദേശം നല്ല മധുരവുമാണ്. അതിൻ്റെ റെഡും ഉണ്ട്, അതിൻ്റെ ഗ്രീനും ഉണ്ട്. ഇവിടെ എന്തെങ്കിലും ഇത് കൃഷി ചെയ്യുന്ന ടെറസിലാന്ന് മനസ്സിലാകത്തുള്ളൂ, വണ്ടി പോകുന്ന കാണുമ്പോൾ. എത്ര വർഷമായി ശരിക്കും തുടങ്ങിയിട്ട് കൃഷി? ഞാൻ ഏകദേശം ടെറസിൽ കൃഷി തുടങ്ങിയിട്ട് ഏകദേശം ഒരു 21 വർഷം കഴിഞ്ഞ്. ഈ ടെറസിന്റെ മണ്ടയിൽ കൃഷി തുടങ്ങിയിട്ട് ഒരു 5 വർഷമാവുന്നേ ഉള്ളൂ. മുമ്പ് വീടിന്റെ ടെറസിലായിരുന്നു. റൂഫ് ചെയ്തതിന് ശേഷം ഇങ്ങോട്ടാക്കി. ഇത് മധുരക്കിഴങ്ങെന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന മധുരക്കിഴങ്ങെന്നാണ്. 2 വെറൈറ്റി അല്ലേ, ഏകദേശം ഒരു 4 വെറൈറ്റീസ് നമ്മുടെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് വിളവ് നമുക്ക് ലഭിക്കാറുമുണ്ട്. ഇത് നമ്മളുടെ CTCRI തിരുവനന്തപുരത്തു നിന്ന് ക്ലാസ്സുകൾക്കൊക്കെ പോകും. അങ്ങനെ അവിടുന്ന് കട്ടിങ്സ് കൊണ്ടുവന്നിട്ട് നട്ടേക്കുകയാണ്. കരിമ്പ് ഇപ്പം എല്ലായിടത്തും കാണാത്തൊരു സാധനമാണ്. അന്നേരം കുട്ടികളൊക്കെ വരുമ്പോൾ ആണെങ്കിലും നമുക്ക് ടെറസിൽ നിന്ന് ഒരെണ്ണം വെട്ടി കൊടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട് നട്ട് വളർത്തിയേക്കുവാണ്. മുന്തിരിയുണ്ട്. ഇത് പിന്നെ നമ്മുടെ ചൈനീസ് ഓറഞ്ചാണ്, നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. ഇത് ചോളമാണ്, മഴവിൽ ചോളമാണ്. ഈ ചോളത്തിനകത്ത് മണികൾ പല കളറിലെ ചോളമായിട്ട് കിട്ടും. അടുപ്പിച്ച് വെച്ചിട്ട് ഇത് നമ്മൾ ആ ചോളത്തിൻ്റെ തന്നെ സീഡ് ഇട്ടതാണ്. നമ്മുടെ ഇവിടെ തന്നെ പിടിച്ച സീഡിട്ട് കിളിപ്പിക്കുന്നതാണ്. നല്ല വിളവ് കിട്ടും. പിന്നെ ഈ നമുക്ക് ഒരു 3-4 മാസം കൊണ്ട് എടുക്കാൻ പറ്റും. പിന്നെ ഈ ചോളം നടുന്നതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ നിറയെ തേനീച്ചകൾ വന്നിട്ട് പോളിനേഷൻ നന്നായിട്ട് നടക്കുകയും ചെയ്യും. നമുക്ക് അന്നേരം പച്ചക്കറികളിൽ വിളവ് കൂടുതൽ കിട്ടുകയും ചെയ്യും. അന്നേരം 2 ഗുണങ്ങളുണ്ട് ചോളം വെച്ച് പിടിപ്പിക്കുന്നത് കൊണ്ട്. നമ്മൾ കാണാത്ത ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റ് ഉണ്ട്, എല്ലാം കൂടെ കാണിക്കാൻ പറ്റത്തില്ല. മാവുകൾ, മൾബറി, ബന്ദി വെച്ചിട്ടുണ്ട്. ഓണത്തിന് വേണ്ടിയുള്ളതാണ്. ബന്ദി ഓറഞ്ച്, മഞ്ഞ, പിന്നെ വെള്ളയും വെച്ചിട്ടുണ്ട്. ഓണത്തിന് വേണ്ടിയിട്ട് നമുക്ക് പൂവിന് ഞാൻ എല്ലാ സമയങ്ങളിലും ബന്ദി വെക്കാറുണ്ട്. പച്ചക്കറിയുടെ കൂട്ടത്തിൽ നമ്മളുടെ രോഗങ്ങളെയൊക്കെ ആണെങ്കിലും ഈ ബന്ദിയുടെ ഒരു സ്മെല്ലും ഒക്കെ കേൾക്കുമ്പോഴത്തേന് ഒരുപാട് പച്ചക്കറികളെ ആക്രമിക്കാറില്ല. അങ്ങനെ ഇത് കുറ്റിയമര എന്ന് പറയുന്ന ഇതല്ലേ. ഈ മട്ടുപ്പാവ് കൃഷിയെ ഇതിനൊരു വരുമാനം ഉണ്ടോ, അതോ ഒരു വീട്ടാവശ്യം അങ്ങനെ ഇത് ചെയ്യുന്നതേ ഉള്ളോ? അല്ല, നമ്മൾക്ക് പൂർണ്ണമായിട്ടും ജൈവ രീതിയിലായതുകൊണ്ട് നമുക്ക് യാതൊരു കെമിക്കൽ ഉപയോഗിച്ചുള്ള പച്ചക്കറികൾ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് വാങ്ങണ്ട. അത് ഒന്ന്. പിന്നെ നമ്മൾക്ക് ഇതിൽ നിന്ന് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾക്ക് പുറത്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത് അങ്ങനെ ഒരു വരുമാനമുണ്ട്. പിന്നെ ഇതിൽ നിന്ന് മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ കൃഷി എന്ന് പറയുന്നത് എനിക്കൊരു പാഷനാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ? അംഗീകാരങ്ങൾ ഒരു 20ഓളം അംഗീകാരങ്ങൾ നമ്മൾക്ക് പല ഗ്രൂപ്പ് ബേസുകൾ അങ്ങനെയൊക്കെയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2022 നമ്മുടെ കൃഷിഭവൻ്റെ തെന്മല കൃഷിഭവൻ്റെ ഏറ്റവും നല്ല കർഷക എന്നുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സരോജിനി ദാമോദർ ഫൗണ്ടേഷൻ്റെ അക്ഷയശ്രീയുടെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ എന്താ ക്യാരറ്റ് അല്ലേ? ഇത് നമ്മളുടെ ശീതകാല പച്ചക്കറികളിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ചെയ്യാറുള്ളതായിരുന്നു. എങ്കിലും ഈ സമയത്ത് നമുക്കൊന്ന് വെച്ച് പിടിപ്പിക്കാമെന്ന് കരുതി വെച്ചിരിക്കുകയാണ്. ക്യാരറ്റ്, അതുപോലെ തന്നെ കെയിൽ ഒരു വിദേശ ഇനം ഇല ചെടിയാണ്. നമ്മളിത് ഇതിൻ്റെ ഇല കട്ട് ചെയ്ത് തോരൻ വെക്കുകയാണെങ്കിൽ നമ്മളുടെ മുരിങ്ങയില തോരൻ വെക്കുന്നത് കൂട്ട് ഇരിക്കും. നമ്മളുടെ ചീരയൊക്കെ വെക്കുന്നത് കൂട്ട് ഒട്ടും കുറയില്ല, അതേ ഇതിൽ തന്നെ നിൽക്കും. അത് ആണ് കെയിൽ. ഇതെല്ലാം പിന്നെ മുളകിൻ്റെ വെറൈറ്റീസാണ്. ഇത് കസ്തൂരി മഞ്ഞൾ. അത് ഞാനാണെങ്കിൽ ഇത് ഉണക്കി പൊടിച്ച് സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്, മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടി വിൽക്കുന്നത് ഓൺലൈനിലായിട്ട് വിൽക്കും. വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അങ്ങനെ പിന്നെ നമ്മളുടെ കുറച്ച് സുഹൃത്തുക്കൾ
അങ്ങനെ ഉള്ളവരിൽ നിന്നും പിന്നെ ഓൺലൈനായിട്ടാണ് കൂടുതലും. ടെറസ് കൂടാതെ നമ്മൾ ഈ ഇവിടെയും കൂടെ കുറച്ച് പച്ചക്കറികളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ അല്ലേ? ആ അന്നേരം ഇത് ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കട്ടിയാണ് മണ്ണ്. അന്നേരം നമ്മൾ കിളച്ചാലൊന്നും ഇളകത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ബോക്സിലെല്ലാം വെച്ചിരിക്കുന്നത്. ഇത് ഇരട്ടപ്പടവലം ആണ്. ഇങ്ങനെ ഇരട്ടയായിട്ടുണ്ടാവും. ആദ്യമേ നമ്മൾ ഒറ്റയായിട്ട് വന്നിട്ട് പിന്നീട് ഈ 2 എണ്ണം വീതമാണ് വരുന്നത്. ഇത് പിന്നെ പയറാണ്. അർക്കാമംഗള ഇനത്തിൽപ്പെട്ട ഹൈബ്രിഡ് പയറുകളാണ്. ഇതിനൊക്കെ ഈ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വളപ്രയോഗമുണ്ടോ? പച്ചക്കറി ഇടയ്ക്കിടയ്ക്ക് ഫിഷ് അമിനോ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. വെജിറ്റബിളിൻ്റെ സമ്പൂർണ്ണ എന്നുള്ളത് കൃഷിഭവനിൽ നിന്ന് കിട്ടും. അത് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ ഇതിനൊക്കെ വരുന്ന ഈ ഈച്ചകളെയൊക്കെ പിടിക്കാൻ ഒരു ഏകദേശം നമ്മൾ ഈ മഞ്ഞക്കെണി, നീലക്കെണി അങ്ങനെയുള്ള കെണികൾ കെട്ടിക്കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ ശ്രദ്ധാപൂർവമുള്ള നോട്ടമാണ് ഏറ്റവും മുഖ്യം. ഇത് വൈജയന്തി എന്ന് പറയുന്ന ഇനം ആണ്. പാവലുണ്ട്. പാവലിൽ കായ്കൾ ആയി തുടങ്ങുന്ന ഇത് പ്രീതി ഇനം പാവലാണ്. ഇത് ചുര ആയി വരുന്നതേ ഉള്ളൂ. വെജിറ്റബിൾ നമ്മുടെ യൂസ്ഡ് വാങ്ങുന്നതാണ്. മഞ്ഞള് പ്രതിഭയാണ്. കുർക്കുമിൻ കണ്ടന്റ് കൂടുതലാണല്ലോ ഇപ്പോഴ്. പിന്നെ വിളവും കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ തന്നെ ഉണക്കി പൊടിച്ച് ആവശ്യക്കാർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഇതിന്റെ പേര്. നമ്മൾ പേരിട്ടിരിക്കുന്നത് ഇടമൺ കൽക്കണ്ട വരിക്ക എന്നാണ്. ഇടമൺ കൽക്കണ്ട വരിക്ക. അതായത് എൻ്റെ സ്ഥലം ഇടമണ്ണാണ്. അന്നേരം ആ പ്രദേശത്തിനെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇട്ടേക്കുന്നതാണ്. അതെ. ഇതിന്റെ പ്രത്യേകത എന്താണ്? അതെ. ഇത് നമ്മൾ എത്ര പ്രായമുള്ള മരവാ? ഇത് ഒരു 29 വർഷമായ പ്ലാവാണ്. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു നവംബർ മാസത്തോടെ നമുക്ക് വിളഞ്ഞു കിട്ടുകയും പിന്നെ ഒരു 10 മാസത്തോളം നമ്മൾക്ക് ചക്ക ലഭിക്കുകയും ചെയ്യും. 2 പ്രാവശ്യം കായ്ക്കും ഇത്? 2 പ്രാവശ്യം. പിന്നീട് ഒരു നവംബർ തൊട്ട് നമുക്ക് വിളവായി കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഒരു ജനുവരിയിൽ അടുത്ത സീസൺ നവംബറിലേക്ക് വിളവായി കിട്ടും. വിളവായി കിട്ടും. ഇപ്പൊ വീണ്ടും പുതിയത് കുറച്ച് സമയമുള്ളൂ ഇല്ലാത്ത. ഏകദേശം ഒരു 2 മാസത്തോളമേ ഉള്ളൂ ചക്ക ഇല്ലാത്തത്. അന്നേരം ഇപ്പം പത്രമാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം നമ്മൾ അതിൻ്റെ ഒരു എല്ലാവർക്കും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങി. അതാണ് ഇത്. സ്പെഷ്യാലിറ്റി നമുക്ക് എന്തൊക്കെയോ പ്രത്യേകതകൾ ഉണ്ടെന്ന് മനസ്സിലായായിരുന്നു. പിന്നീട് നമ്മൾ 2022 തൊട്ട് ഇതിൻ്റെ ഒരു ഗവേഷണവുമായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ ജൂൺ 5-നാണ് നമ്മൾ പുതിയ ഇതിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത് 2 തൈകൾ നമ്മുടെ വീട്ടിൽ തന്നെ വെച്ച് അങ്ങനെ ഒരു ഉദ്ഘാടനം നടത്തി. കൂൺ കൃഷിയുണ്ടല്ലേ? കൂൺ കൃഷിയുണ്ട്. നമ്മളുടെ 2 വർഷത്തോളമായി ഇങ്ങനെ ഹൈ രീതിയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിനു മുമ്പേ ചെറിയ രീതിയിൽ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മളുടെ പുതിയ പദ്ധതിയായ കൂൺഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിട്ടിയതാണ്. ഏകദേശം ഞാനൊരു 300-350 ബെഡുകൾ ഇടുന്നുണ്ട്. അത് ഒന്നിച്ചിടാറില്ല. ഒരു ദിവസം ഒരു 20 ബെഡൊക്കെയാണ് ചെയ്യുന്നത്. ഗ്രാമപ്രദേശമായതുകൊണ്ട് നമ്മൾക്ക് സെയിലിനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതിന് നമ്മൾ ഇപ്പം ചെറിയൊരു ഡ്രയർ വെച്ചിട്ടുണ്ട്. അന്നേരം ബാലൻസ് വരുന്നത് നമ്മൾ ഉണക്കി പൊടിച്ച് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. കോഴികളുമുണ്ട്. ഇത് ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട കോഴികളാണ്. പിന്നൊരു നാടൻ കോഴികളുണ്ട്. ഏകദേശം ഒരു 50 കോഴികളുണ്ട്. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മുട്ടയ്ക്കും പിന്നീട് നമ്മുടെ പൂർണ്ണമായിട്ടും ഞാൻ ജൈവ രീതിയിലുള്ള പച്ചക്കറി കൃഷിയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് വളത്തിനും എല്ലാം ആയിട്ട് നമ്മൾ വളർത്തുന്നത്. ഇവിടെ തന്നെ കമ്പോസ്റ്റും ചെയ്തിരിക്കുകയാണ്. കമ്പോസ്റ്റും ഇതിൻ്റെ കീഴിൽ തന്നെ ചെയ്തിരിക്കുന്നത്. അന്നേരം നമുക്ക് കൂൺ ബെഡ് ഉണ്ട്. അത് കമ്പോസ്റ്റ് ആക്കാറുണ്ട്. എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ
പുതിയതായിട്ടൊരു ആൾക്കാരൊക്കെ ഇതിലേക്ക് വരുന്നവരോട് എന്താ പറയാനുള്ളത്? പറയാനുള്ളത് എനിക്ക് പറയാനെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ നമ്മളുടെ മൊബൈലും ടി വിയും ഒക്കെ കണ്ട് സമയം കളയാതെ നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 5 ചട്ടിയിലെങ്കിലും നമുക്ക് അതിന് ചെയ്യാനൊരു മനസ്സുണ്ടായാൽ മതി. 5 ചട്ടിയിലെങ്കിലും ഒരു 2 പച്ചമുളകോ ഒരു വഴുതനയോ ഒരു തക്കാളിയോ ഒക്കെ ഒന്ന് വെച്ച് അത് നമ്മൾക്ക് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്. അത് ആനന്ദം മാത്രമല്ല, വിഷമുക്തമായിട്ടുള്ള പച്ചക്കറികൾ കഴിക്കാം. അപ്പം നമുക്ക് അതൊന്ന് കഴിച്ച് കഴിയുമ്പം നമുക്ക് പൂർണ്ണമായിട്ടും അത് ചെയ്യാൻ തോന്നും. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ വീട്ടിൽ നിന്ന് നമ്മൾ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾക്ക് എന്തായാലും ടേസ്റ്റ് കൂടുതലാണ്. അന്നേരം എല്ലാവരും ഇത് കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എല്ലാവരും നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കണമെന്നാണ്.